ഇവാഞ്ചലിയും അനുദിന സുവിശേഷ വിചിന്തനം. തിന്മയെ നന്മ കൊണ്ട് ജയിക്കാൻ വിളിക്കപ്പെട്ട പ്രിയ സഹോദരി സഹോദരന്മാരെ, ലൂക്കായുടെ സുവിശേഷം 6-ാം അധ്യായം 27 മുതൽ 38 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് വിചിന്തനത്തിനായി എടുക്കാം. ഈശോനാഥൻ ഈ വചനങ്ങൾ പറയുന്നത് ശിഷ്യരോട് മാത്രമല്ല, തന്നെ ശ്രവിക്കുവാൻ വന്ന എല്ലാ ജനങ്ങളോടും കൂടിയാണ്. അതിനാൽ ഈ നിയമങ്ങൾ എല്ലാവരും പാലിക്കാൻ കടപ്പെട്ടവരാണ്. ഇതുവരെ ആളുകൾ കേൾക്കാത്ത കാര്യങ്ങളാണ് കർത്താവ് പറയുന്നത്. യഹൂദരുടെ തത്വങ്ങൾക്ക് എതിരായിട്ടുള്ള കാര്യങ്ങളാണിവ. കണ്ണിന് പകരം കണ്ണ്, പല്ലിന് പകരം പല്ല്, ജീവന് ജീവൻ, കൈക്കു കൈ, കാലിന് കാല് എന്ന നിയമവുമായി നടന്ന യഹൂദർക്ക് ഇത് തികച്ചും ഒരു വ്യത്യസ്തമായ ഒരു പുതിയ നിയമങ്ങളായിരുന്നു. കർത്താവ് ശത്രുക്കളെ സ്നേഹിക്കാൻ പറയുന്നുണ്ട്. ശത്രുക്കളെ സ്നേഹിക്കണമെങ്കിൽ നമ്മുടെ ദേഷ്യത്തെ നിയന്ത്രിക്കണം, സംസാരത്തിൽ മിതത്വം പാലിക്കണം. യാക്കോബിന്റെ ലേഖനം 3-ാം അധ്യായം 2-ാം വാക്യം പറയുന്നു, സംസാരത്തിൽ തെറ്റുവരുത്താത്ത ഏവനും പൂർണ്ണനാണ്. ശത്രുവിനോടും വിശ്വസ്തത പുലർത്തണം, ആരെയും ചതിക്കരുത്, മറ്റുള്ളവരുടെ ഉയർച്ചയിൽ ആനന്ദിക്കാൻ ശ്രമിക്കണം. കാരണം നമ്മുടെ ഒരു സഹോദരൻ വളരുമ്പോൾ അത് നമുക്കും നന്മയായി തന്നെ ഭവിക്കും. അതുപോലെ ഒരുത്തൻ നെഗറ്റീവായ രീതിയിലേക്ക് പോകുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു സ്വാധീനം നമുക്കും ഉണ്ടാകും എന്നത് വാസ്തവം തന്നെയാണ്. അതുപോലെ തന്നെ മറ്റുള്ളവരുടെ വിഷമാവസ്ഥയിൽ ആശ്വാസം പകരണം. സുവർണ നിയമം പാലിക്കുവാനും നമ്മൾ കടപ്പെട്ടവരാണ്. മറ്റുള്ളവർ നമ്മളോട് എങ്ങനെ പെരുമാറണമെന്നാണ് സാധാരണയായി നമ്മൾ ആഗ്രഹിക്കുക. സത്യസന്ധമായി, ഔദാര്യപൂർവ്വം, വിശ്വസ്തയോടെ, പക്ഷപാതരഹിതമായി, ക്ഷമാപൂർവ്വം പെരുമാറണമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. മറ്റുള്ളവരിൽ നിന്ന് നാം പ്രതീക്ഷിക്കുന്നത് നാം അവർക്കും നൽകണം. സുവർണ നിയമത്തിൻ്റെ അരൂപി ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളിലും വ്യാപിപ്പിക്കണം. സുവർണ നിയമം പ്രാവർത്തികമാക്കാൻ പറ്റിയ ചില മേഖലകൾ ചൂണ്ടിക്കാണിക്കാം. ഒന്ന്, വ്യക്തിപരമായ ജീവിതത്തിൽ നാം പല ഓഫീസുകളിലും നമ്മുടെ ഓരോരോ കാര്യങ്ങൾ സാധിക്കുന്നതിനായി കയറിയിറങ്ങാറുണ്ട്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പ്രവേശനം ലഭിക്കാനായി അധികാരികളെ കാണാൻ പോകാറുണ്ട്. അവിടെയെല്ലാം നാം ആഗ്രഹിക്കുന്നത് അവർ നമ്മെ മാന്യമായി സ്വീകരിച്ച് നമ്മുടെ ആവശ്യം നടത്തിത്തരണം എന്നാണ്. എന്നാൽ ഓരോരോ കാര്യത്തിനായി നമ്മെ സമീപിക്കുന്നവരോട് നാം പുലർത്തുന്ന മനോഭാവം എന്താണെന്ന് നമ്മൾ പലപ്പോഴും ചിന്തിക്കാറില്ല. ഇവിടെയാണ് സുവർണ നിയമത്തിൻ്റെ പ്രശസ്തി. നാം നമ്മുടെ ആവശ്യങ്ങൾക്കായി ചെല്ലുമ്പോൾ അവിടെയുള്ളവർ നമ്മളോട് എങ്ങനെ പെരുമാറണമെന്ന് നാം ആഗ്രഹിക്കുന്നുവോ അതുപോലെ നമ്മെ സമീപിക്കുന്നവരോട് നാം പെരുമാറേണ്ടിയിരിക്കുന്നു. കുടുംബജീവിതത്തിൽ ദമ്പതിമാർ പ്രതീക്ഷിക്കുന്നത് പരസ്പരം നൽകേണ്ടിയിരിക്കുന്നു. മക്കളുടെ ഐശ്വര്യത്തിനായി മാതാപിതാക്കളുടെ ആഗ്രഹാനുസരണം മക്കളും പ്രവർത്തിക്കണം. വിശ്വസ്തത കുടുംബജീവിതത്തിന് അവിഭാജ്യ ഘടകമാണ്. സാമൂഹ്യ ബന്ധങ്ങളിൽ മനുഷ്യൻ സമൂഹജീവിയാകയാൽ സമൂഹത്തിൻ്റെ ആവശ്യങ്ങൾക്ക് പരിഗണന കൊടുക്കണം. അന്തരീക്ഷം, വായു, ജലം, പരിസരം എന്നിവ മലിനമാക്കാൻ പാടില്ല. തൻ്റെ ആവശ്യങ്ങളെപ്പോലെ തന്നെ അയൽക്കാരൻ്റെ ആവശ്യങ്ങളും പരിഗണിക്കണം. പങ്കുവയ്ക്കലിൻ്റെ ജീവിതശൈലി നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. വ്യാപാരങ്ങളിൽ സുവർണ നിയമം പാലിക്കണം. വ്യാപാര രംഗത്ത് സത്യസന്ധത കൂടിയേ തീരൂ. രാഷ്ട്രീയ രംഗത്ത് അധികാരം സേവനത്തിന് വേണ്ടിയാണെന്ന് തിരിച്ചറിഞ്ഞ് ജീവിക്കണം. സഭാ ജീവിതത്തിൽ സഭ ആരാധന സമൂഹമാണ്. സഭ വളരണമെങ്കിൽ അംഗങ്ങൾ സഭയ്ക്ക് വേണ്ടി അധ്വാനിക്കണം. സഭ എന്ന് പറയുന്നത് നമ്മൾ ഓരോരുത്തരുമാണെന്ന് തിരിച്ചറിയണം. എവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. കർത്താവിൻ്റെ പഠനങ്ങളെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് ജീവിക്കാം. തിന്മയെ നന്മ കൊണ്ട് ജയിക്കുന്ന വ്യക്തികളായി തീരാം. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.